ഒരു വാർത്താ സമ്മേളനമാണ് NDOC സംസ്ഥാന പ്രസിഡന്റ് മാറ്റിയുടെ നേതാക്കളും പങ്കെടുത്ത് തലസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സവിശേഷമായ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എടുത്തിരിക്കുന്ന ചില സുപ്രധാനമായ തീരുമാനങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ INDC സംസ്ഥാന പ്രസിഡന്റ് ഇഫ്റ്റയുടെ ചെയർമാനായ ശ്രീ ആർ ചന്ദ്രശേഖരൻ, മുൻ മന്ത്രിയും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പലതവണ ചലച്ചിത്ര ജൂറി അംഗമായിരുന്ന ശ്രീ പട്ടളം സുധാകരൻ, നാട്ടയുടെ നിലവിലെ പ്രസിഡന്റ് ശ്രീ ബൈജു കൊട്ടാരക്കര, നാട്ടയുടെ മറ്റൊരു ഭാരവാഹി ശ്രീ അച്ഛമൽ, ജനറൽ സെക്രട്ടറി ശ്രീ അച്ഛമൽ എന്നിവരാണ് പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് INDC പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ ഹാർദമായി ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ വാർത്താമാധ്യമങ്ങളിൽ പൊതുസമൂഹത്തിന്റെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മലയാള സിനിമയിലെ ചില അപശകുനങ്ങളാണ്. എല്ലാ കാലത്തും സിനിമ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. സിനിമ മാത്രമല്ല, എല്ലാ കലാരൂപങ്ങളും വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക നിലവാരം എല്ലാത്തരം വിനോദങ്ങളിലും കലാരൂപങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ജസ്റ്റിസ് ഹേമ ഒരു അന്വേഷണം നടത്തി ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 4 വർഷക്കാലത്തിന് ശേഷം അതിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോഴാണ് മലയാള സിനിമയും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരുടെയും കലാസ്വാദകരായ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ആശങ്ക നിറയ്ക്കുന്ന ഒട്ടനവധി പരാമർശങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നും നിജസ്ഥിതി നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ജസ്റ്റിസ് ഹേമ നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആരുടെയൊക്കെ പേരുകൾ സൂചിപ്പിച്ചിട്ടുണ്ടോ, ഇവകളുടെ പേരൊന്നും പബ്ലിഷ് ചെയ്യാതെ അത്തരം ആളുകൾക്കെതിരെ കർശനമായ മേൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ചുമതലയാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ സർക്കാർ കൈക്കൊള്ളണം. അതുപോലെ തന്നെ കേരളത്തിന്റെ സിനിമാ വ്യവസായ രംഗം സ്വാഭാവികമായി ഇന്ന് എത്തി നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മഹത്വവും സാംസ്കാരിക നിലവാരവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ തുടർന്നു പോകുന്നതിന് വേണ്ടി ആ മലയാള സിനിമയെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ 2 സംഘടനകൾ അടിയന്തരമായി ഒന്നിച്ചു ചേർന്ന് പോകുന്നതിനെക്കുറിച്ച് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം. INDC ഇഫ്റ്റ എന്ന് പറഞ്ഞൊരു സംഘടന കഴിഞ്ഞ 4-5 വർഷമായി. പക്ഷെ കോവിഡിന്റെ കാലം വന്നതിന് ശേഷം ബഹുമാന്യനായ ശ്രീ പന്തളം സുധാകരനാണ് ആ സംഘടനയുടെ പ്രസിഡന്റ്. മാഗ്ന ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഈ മേഖലയിലെ നിരവധി കാറ്റഗറി സംഘടനകളുടെ ഒരു ഫെഡറേഷനാണ്, 19 സംഘടനകളുടെ. അപ്പൊ ഈ 2 സംഘടനകളെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമാണ് എന്ന് മാത്രമല്ല, ഈ രംഗത്ത് വന്നിട്ടുള്ള ഇത്തരം ദുഷ്പ്രവണതകൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ, അത് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആലുവ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വളരെ ദീർഘനേരം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനമായ ശ്രീ പന്തളം സുധാകരന്റെ സാന്നിധ്യത്തിൽ നമുക്ക് 2 ലക്ഷ്യങ്ങൾ മാത്രം, 2 ഡിമാൻഡുകളെ നമുക്കുള്ളൂ. ഒന്ന്, നമ്മളൊരു സമഗ്രമായ നിവേദനം ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാന് ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിന്റെ പകർപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ മലയാള സിനിമാ രംഗത്ത് ദശാബ്ദങ്ങളായി പരിചയസമ്പന്നരായ ആളുകളാണ് ഇവർ 3 പേരും. പന്തളം സുധാകരനെ
ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. നിരവധി സിനിമകൾക്ക് ഗാനരചയിതാവ് എന്നുള്ള നിലയിലും സിനിമാ മേഖലയുമായി നിരന്തരമായി ബന്ധമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലും ബൈജു കൊട്ടാരക്കര തന്നെ എത്ര സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, എത്ര സിനിമ എടുത്തിട്ടുണ്ട്, എത്ര സിനിമയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ബൈജുവിന് തന്നെ കണക്കില്ലാത്ത നിലയിൽ ഒരുപാട് ഈ രംഗത്ത് പ്രവർത്തിച്ച പരിചയമുള്ള ഒരാളാണ്. അജ്മലും അതുപോലെ തന്നെ ഈ തൊഴിലാളി മേഖലയിൽ സജീവമായി ഫിലിം വ്യവസായ രംഗത്ത് സജീവമായി വർഷങ്ങളായി നിൽക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും നമുക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിലും ഇന്ന് നമുക്ക് INTUCയും ഈ മാക്ബയും തമ്മിൽ ഒരു ധാരണയിലെത്തിപ്പോകണമെന്ന ഒരു നിർദ്ദേശം ഞാനാണ് മുന്നോട്ട് വെച്ചത്. കാരണം അതിന് ഈ രംഗത്തൊരു തൊഴിലാളി സംസ്കാരം വളർന്നു വരുന്നില്ല. നമുക്കറിയാം, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയായി വളർന്നു കഴിഞ്ഞു. ഈ സിനിമയിലൊരു സിനിമ പിടിച്ച് അത് ജനങ്ങളിലെത്തിക്കുന്ന പല മാർഗങ്ങൾ ഇപ്പോഴുണ്ട്. ആ പല മാർഗങ്ങൾ കൂടി ആ സിനിമാ രംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ കോടാനുകോടി രൂപയുടെ ബിസിനസ് എന്ന നിലയിലേക്ക് ഒരു കൊമേഴ്സ്യൽ ഇൻഡസ്ട്രി പോലെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സ്വാഭാവികമായിട്ടും ഈ വിനോദരംഗത്ത്, സാംസ്കാരിക രംഗത്ത് കൊമേഴ്സ്യലൈസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ദുരാഗ്രഹങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ഈ ഇൻഡസ്ട്രിക്ക് മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സംരക്ഷിച്ചെടുത്തേ പറ്റൂ. ആര് ജോലി ചെയ്താലും അവർക്ക് മാന്യമായ പണം കിട്ടണം, വേതനം കിട്ടണം. ആര് ജോലി ചെയ്താലും അവർക്ക് മാന്യമായ വേതനം കിട്ടണം. പക്ഷെ ഇതൊരു തട്ടിലുള്ള വലിയ വൻ വരുമാനം വരുന്നതും എന്നാൽ താഴെ തട്ടിലുള്ളവർക്ക്, കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ശ്രീ മോഹൻലാൽ തന്നെ സൂചിപ്പിച്ചത്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രത്യേക സംഘടന വേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. താഴെ തട്ടിലുള്ളവർക്ക് ഈ രംഗത്ത് വലിയ അരക്ഷിതാവസ്ഥയുണ്ട്. അവർക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല, അവർക്കൊരു അവകാശവും ഇല്ല. അവരെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാതെ ജോലി ചെയ്യുന്നതായിട്ടൊക്കെ പരാമർശങ്ങൾ ഉള്ളതാണ്. ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത്തരത്തിലൊരു തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ അത് ഇതിലെ സ്റ്റാറിംഗ് അല്ലെങ്കിൽ അഭിനേതാക്കളായാലും ഡയറക്ടർമാരായാലും രചയിതാക്കളായാലും ഗാനരചയിതാക്കളായാലും പാടുന്നവരായാലും ക്യാമറ ഉപയോഗിക്കുന്നവരായാലും ലൈറ്റ് ബോയ്സ് ആയാലും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികളിൽ ഏർപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ മേഖല ജോലി ചെയ്യുന്നതാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആൾ ടുഗദറാണ്, ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്നതാണ്. അപ്പൊ അവരെല്ലാം നമുക്ക് അതിൻ്റെതായ ഒരു നീതിപൂർവമായ സംരക്ഷണം ഉറപ്പാക്കുക. അപ്പൊ സിനിമ, മലയാള സിനിമയെ സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെ നീതിപൂർവമായി സംരക്ഷിക്കുക. അപ്പൊ അതിനുള്ള സംവിധാനത്തിൽ കേരള സർക്കാർ INTUCയും അതുപോലെ തന്നെ മാക്ട് അടക്കമുള്ള സംഘടനകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഫലപ്രദമായ കൂടിയാലോചന നടന്ന് ഈ മേഖലയിൽ ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നമുക്ക് വളരെ മാന്യമായി ജനങ്ങൾക്ക് പ്രിയകരമായ ഈ കലാരൂപത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം കൊടുക്കുന്ന കാര്യം നമ്മൾ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ദൗത്യം. അതുകൊണ്ട് ഇവിടെ ഇന്ന് നടക്കുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ദയവായി ഇതിന്റെ ഒരു ഗുഡ് ഇന്റൻഷൻ, നല്ലൊരു ഇന്റൻഷനെ പ്രത്യേകമായി കാണണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അങ്ങോട്ട് മാറ്റി ഒന്ന് ഓണാക്കാം. അതായത് പറയാനുള്ള പ്രധാന കാര്യം ചന്ദ്രേട്ടൻ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സിനിമയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്, അതായത് മാക്ട ഫെഡറേഷൻ 19 യൂണിയനുകളാണ് മാക്ട ഫെഡറേഷനിൽ കോൺഫെഡറേഷനായി ഉള്ളത്. ആ കോൺഫെഡറേഷനെ തച്ചുടച്ചത് തന്നെ ഇവിടുത്തെ ഈ 15-അംഗ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങളിത് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളുമാണ്. പക്ഷെ അതിനെ തച്ചുടച്ചിട്ട് അവര് ഒരു ഗ്രൂപ്പ്, അതായത് ഫെഫ്റ്റയിലാണെങ്കിലും അതുപോലെ AMMയിലാണെങ്കിലും, AMMA എന്ന് ഉദ്ദേശിച്ചത് അമ്മ എന്നാണ്, ആ ഒരു നല്ല പേരിന് കളങ്കം വരുത്തണ്ട എന്ന് വിചാരിച്ചാണ് AMMA എന്ന് പറയുന്നത്. ആ AMMയിലാണെങ്കിലും എല്ലാ യൂണിയനുകളുടെയും അല്ലെങ്കിൽ സിനിമയിലുള്ള എല്ലാ സംഘടനകളുടെയും കോൺഫെഡറേഷനായ ഫിലിം ചേംബറിൽ പോലും ഒരു പാർഷ്യാലിറ്റി ഉണ്ടാക്കി അതിന്
ഗവൺമെന്റ് അവർക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം അഴിമതി, ഇത്രത്തോളം ഈ ഇഷ്യൂസ് മുഴുവൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാനുള്ള കാരണം പോലും. ഏറ്റവും അവസാനം കോവിഡ് കഴിഞ്ഞ സമയത്ത് മലയാള സിനിമ ഇൻഡസ്ട്രി വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ബഹുമാന്യ മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഞാൻ ആ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ്. അന്നൊക്കെ മാക്ട ഫെഡറേഷനെ സർക്കാരിന് വേണമായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഇവിടെ ഉണ്ടായ സമയത്ത് അതിന്റെ ചർച്ചകൾക്ക് ബഹുമാന്യ ശ്രീ പന്തളം സുധാകരൻ അന്ന് അതിന്റെ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിന് അറിയാം, പല പ്രാവശ്യം ഞാനവിടെ പോയിരുന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട് പോലും ഇപ്പോഴും സാംസ്കാരിക വകുപ്പിന്റെ ഏതോ മൂലയിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? ആ നടപ്പാക്കുന്നതിൽ പ്രധാന കാര്യമുള്ളത്, മലയാള സിനിമയിൽ എത്ര സിനിമകൾ റിലീസാകുന്നു, എത്ര സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നു, ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരൊറ്റ വിവരങ്ങൾ പോലും സർക്കാരിന്റെ പക്കലില്ല. അപ്പൊ അതിൽ വ്യക്തമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ അന്ന് പറഞ്ഞിരുന്നു, ഇതിന് ഗവൺമെന്റ് നിയന്ത്രണമായ ഒരു പ്രസ്ഥാനം വേണം, അതായത് ഒരു രജിസ്ട്രേഷൻ വേണം. അതായത് ഏത് സിനിമ എടുക്കണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം. ഇത്രയും ആയിരക്കണക്കിന് കോടി രൂപ വരുമാനമുള്ള ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അത്രയും പൈസ ചെലവഴിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം. പക്ഷേ ഈ സിനിമ എടുക്കാൻ വരുന്നവർ ഒരു രജിസ്ട്രേഷൻ വേണ്ടി സമീപിക്കേണ്ടത് ഈ ഗവൺമെന്റ് ഏജൻസി ആയിരിക്കണം. അല്ലാതെ ഫിലിം ചേംബറോ പ്രൊഡ്യൂസർ അസോസിയേഷനെ പോലെ സ്ഥലത്ത് പോയി അവർ സമീപിച്ചാൽ സത്യത്തിൽ അവർക്ക് കിട്ടുന്നത് തിക്താനുഭവങ്ങൾ തന്നെയാണ്. ചേംബറിൽ ചെന്നാൽ അവരെ പറയും, പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻസിന്റെ അപ്രൂവൽ തരത്തുള്ളൂ, അല്ലെങ്കിൽ തിയേറ്റർ ഇല്ല. അപ്പൊ ഇതെല്ലാം ഒരു ഒറ്റ കടകെട്ടി കിടന്ന് കറങ്ങുന്ന സംഗതികളാണ്. അപ്പൊ ഇത് പോകുമ്പോഴേക്ക് പ്രൊഡ്യൂസേഷൻ കൊടുക്കണം 1 ലക്ഷം രൂപ മെമ്പർഷിപ്പിന്. അവർ ഫെഫ്കയിൽ മെമ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഫെഫ്കയിലാണെങ്കിൽ 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് അവിടെ മെമ്പർഷിപ്പ് ഫീ. അതുപോലെ തന്നെ ചേംബറിലൊരു ഫീസ്. അപ്പൊ ഈ ഫീസുകൾ തന്നെ ഒരു പ്രൊഡ്യൂസറെ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ആദ്യം വരുന്നത്. അപ്പൊ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നതും പോരാ, ഈ സിനിമയ്ക്കകത്ത് ഇവരെ നിയന്ത്രിക്കുന്ന ആളുകളെ മാത്രമേ വെക്കാവൂ. കാരണം ക്രിമിനൽസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഡ്രൈവേഴ്സ് യൂണിയനിൽ പോലും അവിടെ ഉള്ളത്, ഫെഫ്കയിലുള്ളത്. പൾസർ സിനിമയും അപ്പുണ്ണിയും പോലുള്ള ആളുകൾ പക്ക ക്രിമിനലുകളാണ്. അവരെ ആ ക്രിമിനൽസ് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ക്രിമിനൽ ലിസ്റ്റിൽ പേരുള്ളവരും ഒരുതിനൊക്കെ ജയിലിലാണ്. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ മെമ്പർമാരായിട്ടിരിക്കുന്നു. തൃശ്ശൂരുള്ള ഒരാൾ ഒരു സ്ത്രീയെ മണ്ണെണ്ണൊഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതി അതിപ്പോഴും ഡ്രൈവേഴ്സ് യൂണിയനിലെ മെമ്പറാ. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ടി വി മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതായത് ടി വി ചാനലുകളെ തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി ഈ ഫെഫ്ക എന്ന് പറയുന്ന യൂണിയൻ, അതായത് CPM-ന്റെ ചില ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ടി വി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതിനെല്ലാം ഞങ്ങളെതിരാണ്. ഞങ്ങളെതിരെന്ന് പറഞ്ഞാൽ മാക്ട ഫെഡറേഷനെതിരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ഉചിതമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് INDC-യുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഡ്രൈവേഴ്സ് യൂണിയനോ അല്ലെന്നുണ്ടെങ്കിൽ മെസ്സി യൂണിയനോ ഇപ്പോ ഈ ഫെഫ്ക യൂണിയൻ ചെയ്തിരിക്കുന്നത് എന്താണ്? കാരവൻ അസോസിയേഷൻസ് യൂണിയൻ, മുതലാളിമാരുടെ യൂണിയനാ. അവരെന്ത് ടെക്നീഷ്യനാണ്? കാരവൻ അസോസിയേഷൻ എന്താണ് ടെക്നീഷ്യൻ? അതേപോലെ മെസ് യൂണിയൻ, മെസ്സിന് എന്താണ് യൂണിയൻ? ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സിനിമാ ലൊക്കേഷനിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചാലും ഭക്ഷണം അവിടെ നിന്ന് കിട്ടും. അല്ലാതെ മെസ്സിന് യൂണിയൻ വേണമെന്നില്ല കാര്യത്തില്. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില വേലകളും ഈ തറവേലകളുമായിട്ടൊക്കെയാണ് ഈ ഫെഫ്ക യൂണിയൻ നടക്കുന്നത്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പ് ഫീയുടെ കാര്യം. ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് പരാതികൾ ഈ ഫെഫ്കയിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അന്ന് മുതൽ ഇന്ന് വരെ മാക്ട ഫെഡറേഷനിൽ ഒരു പരാതി എന്നിട്ട് ഇതേവരെ പരിഹരിക്കായിരുന്നില്ല. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഡിസംബറിൽ തേക്കടിയിൽ നിന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ലേഡിയാണ്, വളരെ പ്രശസ്തനായ ഒരു ബാബു ആലപ്പുഴ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്, പേര് പറഞ്ഞില്ല. അദ്ദേഹം ഞങ്ങളാണ് പോലീസിലെ പരാതി കൊടുപ്പിച്ചത്. ഈ മേക്കപ്പ് ഗേളിനെ പാതിരാത്രി 12-1 മണിയായപ്പോൾ അവരുടെ മുറിക്ക് ഇതുപോലെ തട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആ ലൊക്കേഷൻ വലിയ അലമ്പായി. ആ കുട്ടി അന്നേരം തന്നെ അവിടുന്ന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരെ അവിടെ പോലീസിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്പർ തപ്പി ഈ അജ്മലിനെ വിളിക്കുന്നു. അജ്മൽ പാതിരാത്രി 1:30 മണിയോളം എന്നെ വിളിക്കുന്നു. ഞങ്ങൾ ആ സമയത്താണ് ഇവിടുന്ന് തേക്കടിയിലുള്ള തേക്കടി ലൊക്കേഷനിലേക്ക് ആളിനെ വിട്ടിട്ട് ആ കേസ് തിരിച്ച് പോലീസിൽ ഞങ്ങൾ അന്ന് കേസ് കൊടുപ്പിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ മാക്ട ഫെഡറേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഫെഫ്ക എന്ന് പറഞ്ഞ യൂണിയനിൽ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ പരാതി പോലും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവർ ചെയ്യുന്ന മുഴുവൻ ഈ മാതിരിയുള്ള കാര്യങ്ങളാണ്. ഒത്തുതീർപ്പാണ് ശ്രമിക്കുന്നത് കൂടുതലും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ, അതായത് 127 കണ്ണികകളിൽ മാറ്റിവെച്ചിരിക്കുന്നത് ഉൾപ്പെടെ അതിനകത്ത് ഇരകളുടെ പേര് പറയണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഇരകളുടെ പേര് വേണ്ട. കാരണം സിനിമാ രംഗത്തെ മുഴുവൻ ഇരുട്ടിലാക്കുന്നതിൽ നടപടി നിർത്തിവെച്ചിട്ട് ഈ പേരുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം. അവരെ സിനിമയിൽ നിന്ന് തീർച്ചയായിട്ടും അവരെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഇത് പേരുദോഷം തന്നെയാണ്. സിനിമ ഇൻഡസ്ട്രി മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്ന് പോകുന്നത്.
മിസ്റ്റർ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, തീർച്ചയായും സർക്കാർ ഇതിന്റെ ഒരു നന്മ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ പേരുകൾ പുറത്തു കൊണ്ടുവരികയും അത് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 60,000 രൂപ പിഴയടച്ച ആളാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ബി ഉണ്ണികൃഷ്ണൻ പിഴയടച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ പിടിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയടപ്പിച്ചതല്ല, തൊഴിൽ നിഷേധത്തിനും വിലക്ക് ഏർപ്പെടുത്തിയതിനുമാണ്. യൂണിയൻ കൊടുത്ത കേസിലാണ് 60,000 രൂപ പിഴയടച്ചത്. അത് സുപ്രീം കോടതിയിൽ ഇവർ പോയിട്ട് സുപ്രീം കോടതിയിലെ ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു വക്കീലിനെ വെച്ചിട്ട് പോലും സുപ്രീം കോടതി പോലും ആ കേസിൽ ഇതിന് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് 60,000 രൂപ പിഴയടച്ചത് തൊഴിൽ നിഷേധത്തിന്. അങ്ങനെ തൊഴിൽ നിഷേധം നടത്തിയ ഒരാളെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എം മുകേഷിനെ പോലെയുള്ള ഒരാളെയും വെച്ചാണ് സിനിമ നയരൂപീകരണ സമിതി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് ഒരു കാരണവശാലും എവരെ വെച്ച് ഈ സിനിമ നയരൂപീകരണ സമിതിയുമായി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്ടാ ഫെഡറേഷൻ ഒരു കാരണവശാലും അവരോട് സന്ധിയില്ലാത്ത സമരം സർക്കാരിനോട് ഉണ്ടാകും. ആ കാര്യത്തിൽ അവരെ വെച്ചുകൊണ്ടുള്ള ഒരു നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിട്ട് സിനിമാ കോൺക്ലേവ് ഉണ്ടാക്കാം എന്നൊരു തീരുമാനമാണ് സർക്കാരിന്റെ പക്കൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വ്യാപകമായ പ്രതിഷേധം മാക്ടാ ഫെഡറേഷന്റെ പക്കൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ മാക്ടാ ഫെഡറേഷൻ അംഗങ്ങളായവർക്ക് അത് പുതിയതായി തിരഞ്ഞെടുക്കാൻ വരുന്നവർക്കുമൊക്കെ ഏതെങ്കിലും രൂപത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു പ്രീതി ഫെഫ്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ AMMയുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനും, അത് പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ട് സമരത്തിന്റെ രൂപത്തിലാണ്, ആ രീതിയിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചെറുക്കാൻ മാക്ടാ ഫെഡറേഷനും INTC ഒക്കെ തയ്യാറെടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി തീർച്ചയായും പഴയ രീതിയിൽ തന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സർക്കാരിനുള്ളതും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുമൊക്കെ ജോലി ചെയ്യുന്ന ഈ വലിയ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ ആരും ഒരുക്കമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനകത്ത് അന്വേഷണം നടക്കട്ടെ. ഈ പരാതികളൊക്കെ എവിടുന്ന് വന്നാലും അതിന് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിനകത്ത് നടക്കുന്ന കുഴപ്പക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ, ഇനി കുഴപ്പക്കാരല്ലെങ്കിൽ പരാതി കൊടുത്തവരെ ശിക്ഷിക്കട്ടെ. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന നീതിയാണ്, നീതി നിയമമൊക്കെയാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ള മീഡിയ വഴിയും ഒക്കെ ആളുകളെ ആക്ഷേപിക്കാനും ആളുകളെ വളഞ്ഞിട്ട് ആക്രമിക്കാനും ഒന്നും അല്ല ഇതിനെ ഉപയോഗിക്കേണ്ടത്. ഇന്നവരെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. AMMയിലെ ചില പുറത്തുപോയ ഇപ്പൊ ആളുകളെയൊക്കെ അറിയാമല്ലോ, അവരുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അതിന്റെ പരിണത ഫലമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തില് ആയിരക്കണക്കിന് കലാകാരന്മാരും മറ്റ് ടെക്നീഷ്യന്മാരും മറ്റും വിവിധ തൊഴിൽ മേഖലയിലുള്ളവരും പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ചലച്ചിത്ര രംഗം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് നിങ്ങൾ എന്നെല്ലാം ഞങ്ങൾക്കറിയാം. ഇന്നിവിടെ ബഹുമാനായ INTC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ സിനിമാ വ്യവസായ രംഗം തകരരുത്, ദുഷ്ട ശക്തികളും അല്ലെങ്കിൽ ഇപ്പൊ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പവർ ഗ്രൂപ്പുകളും കൊണ്ട് ഈ മേഖല തകരരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ പേരിൽ INTCയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് ഈ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഹേമ ഏറ്റവും കൂടുതൽ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു ശുദ്ധീകരണത്തിന്, ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കാൻ വഴിയൊരുക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 4.5 വർഷമായി സംസ്ഥാന ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചിരുന്ന കാര്യമൊക്കെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. എങ്കിൽ പോലും വൈകിയാണെങ്കിലും അത് വെളിച്ചം കണ്ടു. അതിൽ പറയുന്ന പരാമർശങ്ങൾ തീർച്ചയായും അല്ലെങ്കിൽ അതിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് ഗുണവും ദോഷവും ഉണ്ടെങ്കിലും ഗുണമാണ് കൂടുതലുള്ളത് എന്ന പക്ഷക്കാരാണ് ഞങ്ങൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയാനും ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഇഫ്റ്റ എന്ന സംഘടനയും മാക്ടാ ഫെഡറേഷനും എന്ന് പറയാനാണ് ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത്. ഇഫ്റ്റ എന്ന് പറയുന്ന സംഘടന, അതായത് ഇൻഡിപെൻഡന്റ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ, ഒരുപക്ഷെ സിനിമാ രംഗത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സിനിമാ സംഘടനയാണ്
ഇഫ്റ്റ INTC പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അഡ്വൈസിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അനുഭാവികളായ കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും പങ്കെടുക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ഇഫ്റ്റ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രസിഡന്റായി നിയോഗിപ്പിച്ചിട്ടുള്ള ഹെഡാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ അപ്പോ ഇഫ്റ്റ പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും മാറ്റ ഫെഡറേഷന്റെ 19 യൂണിയനുള്ള മാറ്റ ഫെഡറേഷൻ കൂടി ചേർന്ന് ഇന്നത്തെ ഈ സിനിമാ രംഗത്തുള്ള ഒരു വല്ലാത്ത നമ്മളെ സംബന്ധിച്ച് പരിഭ്രമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റിന് കണ്ണ് തുറപ്പിക്കണം എന്നുള്ള ആവശ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ നിവേദനം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്. മലയാള ചലച്ചിത്ര രംഗത്തിന്റെ സമഗ്ര വികസനത്തിന്റെ നന്മയ്ക്കും പ്രചോദനം ചെയ്യുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ അടങ്ങിയ ലോക സിനിമാ വേദിയിൽ അറിയപ്പെടുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി KSFDC ചെയർമാൻ ശ്രീ ഷാജി എൻ കരുൺ ഉൾപ്പെടെയുള്ളവർ, ഞാനും അതിലൊരു മെമ്പറായിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ യഥാർത്ഥത്തിൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇതാരെയും ദുഷ്ടലാക്കോടുകൂടി കാണാനോ വേട്ടയാടാനോ മസാല കഥകളോ ഉണ്ടാക്കാനോ ഉള്ള ഒന്നല്ല അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട്. അത് സമഗ്രമായ സിനിമാ മേഖലയ്ക്ക് കലാകാരന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാവരും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്ന ഗവൺമെന്റ് തീർച്ചയായും ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ സിനിമാ നയരൂപീകരണത്തിന് വേണ്ടി ഇപ്പൊ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു ശുദ്ധ പോഷ്കാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തിനാണ് ഇത് കോൺക്ലേവ്? ഒരു കോൺക്ലേവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ മേഖലകളിലും എല്ലാ വേദികളിലും തീർച്ചയായും ഇഫ്റ്റയുടെയും അതുപോലെ മാറ്റ ഫെഡറേഷന്റെയും അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. ഇവിടെ ഇപ്പൊ നമ്മൾ മുകേഷിനെയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെയും ഒന്ന് പേരെടുത്ത് പറഞ്ഞ് ഞങ്ങളെ അവരെ ആക്ഷേപിക്കരുതെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിങ്ങനെ ഒരു വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, പത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കുറ്റാരോപിതരെ തീർച്ചയായും ഈ വേദികളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളത് ന്യായമായ ഒരു നയരൂപീകരണ വേദിയിൽ കുറ്റാരോപിതരാണ് ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രയോജനം എന്താണ്? അപ്പൊ അതുകൊണ്ട് അവരെ ഒഴിവാക്കണം എന്ന് ശക്തമായി അഭിപ്രായം ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ഈ റിപ്പോർട്ടിന്റെ പേരിൽ ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ ഈ മേഖലയിൽ എല്ലാ തൊഴിൽ മേഖലകളിലും പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു ഗ്ലാമറോടുള്ള ഒരു മേഖലയായതുകൊണ്ട് തീർച്ചയായും ആയതുകൊണ്ട് ഇതിന്റെ കൂടുതൽ ശ്രദ്ധ ജനങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രംഗത്തുള്ള ഒരു ചെറിയ ചലനം പോലും വലിയ ആഘാതവും വലിയ വാർത്തകളും സൃഷ്ടിക്കുന്നു. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിജസ്ഥിതിയും യഥാർത്ഥ കുറ്റവാളികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, സിനിമാ മേഖലയിലുള്ള കലാകാരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേമനിധി ബോർഡുകളുള്ളത്. എല്ലാ മേഖലയിലും ക്ഷേമനിധി ബോർഡുകൾ ഉണ്ട്. പക്ഷെ അടുത്ത കാലത്താണ് സിനിമാ മേഖലയ്ക്ക് വഴി പ്രത്യേക ക്ഷേമനിധി ബോർഡ് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ചത്. ആ ക്ഷേമനിധി ബോർഡിൽ സത്യത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായി ചായ്വുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏകപക്ഷീയമാണ്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ശരിയല്ല. അതുകൊണ്ട് എല്ലാവരെയും, പ്രത്യേകിച്ച് മാറ്റ ഫെഡറേഷന്റെയും ഇഫ്റ്റയുടെയും പ്രതിനിധികളെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തൊഴിൽ മേഖലയിൽ. കാരണം ഇത്രയും ഉച്ചനീചത്വങ്ങളുള്ള ഒരു തൊഴിൽ മേഖല സിനിമ പോലെ വേറെ ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 20 കോടി മേടിക്കുന്ന ഒരു താരം അഭിനയിക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യന് 800 രൂപ പോലും കൊടുക്കാൻ, അല്ലേ,
$800 പോലും കൊടുക്കാൻ ഉള്ള ഒരു മര്യാദ കാണിക്കാത്ത, ആരെയൊക്കെ പേടിക്കുന്ന, ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു പവർ ഗ്രൂപ്പുകളുടെ പവർ പ്ലേ നടക്കുന്ന ഈ സിനിമാ രംഗത്ത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ നേരത്തെ തീരുമാനിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിവേദനവുമായി ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിക്കുന്നത്. തീർച്ചയായും ഗവൺമെന്റ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിന്റെ പിന്നിൽ ശക്തമായ INTUC-യുടെ ശക്തമായ പിന്തുണയുണ്ട്. INTUC തന്നെയാണ് ഈ ഇഫ്തായിക്കായാലും മറ്റ് ഫെഡറേഷനുമായിട്ടുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശവും നേതൃത്വവും നൽകുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ ഈ അടുത്ത ഒരു ദിവസം തന്നെ INTUC-യുടെയും മക്ത ഫെഡറേഷനുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിലെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും വിളിച്ച് ഒരു ബൃഹത്തായ ഒരു ചർച്ചയും ഒരു മീറ്റിംഗും എറണാകുളത്ത് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ യൂണിയനുകളിലും ഇപ്പം അതിനകത്ത് അമ്മയെന്നോ സഖയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ സമഗ്രമായ ഒരു ചർച്ച ഈവൻ ഫിലിം ചേമ്പറിനെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ശ്രീ സുധാകരൻ പറഞ്ഞതുപോലെ മിനിസ്റ്റർക്ക് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ഷാജിയും കരുണയും ഞങ്ങൾ ഇന്ന് കാണുന്നു. അദ്ദേഹം KSRTC ചെയർമാനാണ്. KSRTC-യുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് ചെയ്യാനുണ്ട്. സബ്സിഡി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനകത്തൊന്നും ഒരു വ്യക്തതയില്ല. തിയേറ്റർ കൊടുക്കുന്നതിൽ വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ തിയേറ്റർ കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം തിയേറ്റർ കൊടുക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. സിനിമ ആരുടെയും സ്വന്തമൊന്നുമല്ല. ആര് സിനിമ ചെയ്താലും അത് തിയേറ്ററിൽ വരണമെന്നും ആ സിനിമ ഓടണമെന്നുമാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇതെല്ലാം ഉണ്ട്. പുതിയ സിനിമാക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ആർക്കവൈസ് മലയാള സിനിമയുടെ ഉണ്ടാക്കുക. ശരിക്കും ഈ അഡ്വക്കേഷൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആർക്കും ഒരു അപ്രമാദിത്വം ഉണ്ടാവില്ല. ഈ അപ്രമാദിത്വം ഉണ്ടാവാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും ഈ പറയുന്ന ഫെക്കയും അമ്മയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പവർ കമ്മിറ്റി, ആ പവർ കമ്മിറ്റി നിയന്ത്രിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് സിനിമയിൽ ഈ കാണുന്ന ഈ പീഡന കഥകളും അതേപോലെ തന്നെ ഈ പണത്തിന്റെ കഥകളും ഇതെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. മുമ്പ് മലയാള സിനിമയില് വലിയേട്ടന്മാരും മാടമ്പിമാരും ഇല്ലായിരുന്നു. ഇപ്പൊ അവരുടെ ഒരു ആധിപത്യമാണ് യഥാർത്ഥത്തിൽ ഈ കുഴപ്പങ്ങൾ. അതുപോലെ നമ്മൾ ആ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് പേരിക്കുന്ന പ്രേംകുമാറുണ്ട്. ആ പ്രേംകുമാറിനും ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും പ്രേംകുമാറിനും ഇതിന്റെ വന്നതേ ഉള്ളൂ. അതെ, അതുപോലെ ബൈജുവിനെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു തൊഴിൽ മേഖലയും അതിനൊരു നിബന്ധനയ്ക്കകത്ത് വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് സിനിമ എടുക്കണമെന്ന് ആർക്ക് തോന്നിയാലും ആർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഈ വ്യവസായത്തിനകത്ത് ഒരു രജിസ്ട്രേഷൻ സമ്പ്രദായം കൃത്യമായിട്ട് വേണം. അപ്പോൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അപേക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് ചില നിബന്ധനകൾ കൃത്യമായിട്ടുണ്ടാവും. ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്ന പോലെ, ഒരു ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യുന്ന പോലെ, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നത് പോലെ ആ രീതിയിലേക്ക് ഗവൺമെന്റിന് കൊണ്ടുവരാൻ നിഷ്പ്രയാസം ചെയ്യുന്ന കാര്യമുള്ളൂ. ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയാൽ, ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ അതിപ്രസരങ്ങളും പന്തളം പറഞ്ഞ പോലെ ഒരു പവർ ഗ്രൂപ്പുകളുടെ അതിപ്രസരവും പിടിച്ചടക്കലും അപ്രമാദിത്വവും ഒക്കെ അങ്ങ് ഒഴിവാകും. അതുകൊണ്ട് രജിസ്ട്രേഷൻ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ മേഖലയിൽ ഇന്നുണ്ടായ ഈ സ്ഥിതിക്കൊക്കെ പരിഹാരം കാണാൻ ഇപ്പൊ ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് കൺട്രോളില്ല. അതെ, ഇപ്പൊ ഉണ്ടെങ്കിലും ശരി. പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നെ ഇത്തരം ഒരു സന്ദർഭം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള ഒരേപോലെ ചിന്തിക്കുന്ന രണ്ട് സംഘടനകൾ, സമാന മനസ്കരായിട്ടുള്ള രണ്ട് സംഘടനകൾ അടിയന്തരമായി ഒന്നിച്ചിരിക്കണം എന്ന് ഞാനാണ് നിർദ്ദേശം പറഞ്ഞത്. ഞാൻ ആലുവ പാലസിലേക്ക് അവരെ വിളിച്ച് അവരും കൂടെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. എറണാകുളം ജില്ലാ INTUC പ്രസിഡന്റും ഞാനും അജ്മലും ബൈജു കൊട്ടാരക്കരയും കൂടെ സംസാരിച്ചപ്പോഴാണ് ഈ ഒരു ആശയം വന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ കാണേണ്ട ഒരു വസ്തുത, ഈ സിനിമാ വ്യവസായം സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഒന്ന്, ഇവരെല്ലാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് തൊഴിൽ നിഷേധം, തൊഴിൽ മേഖലയിലെ ചൂഷണം, അത് തൊഴിൽ മേഖലയിലെ ചൂഷണം എന്ന് പറയുന്നത് എല്ലാ സീമകളും വിട്ടാണ് സിനിമാ രംഗത്തുണ്ടായതായി ഇപ്പൊ പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തൊഴിൽ നിഷേധം, ഒരു സാധാരണ ഒരു ലൈറ്റ് ബോയ്ക്ക് എത്ര രൂപ കൂലി കൊടുക്കുന്നു, അവന് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് 1, 2, 3 മാസം നിരന്തരമായി സമയബന്ധിതമല്ലാതെ പിന്നെ രാപ്പകല് ഉറക്കമില്ലാതെ
ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വിധത്തിലുള്ള ഒരു സംരക്ഷണമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ടോയ്ലറ്റ് സൗകര്യമില്ലാതെ നമ്മുടെ വനിതാ പ്രവർത്തകർ അതിൽ പങ്കെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതിനൊരു ആരെങ്കിലും ഇത് ചോദിക്കാനും പറയാനും വേണം. ആ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. മധ്യപ്രദേശിന് ഇതിൽ വളരെ പരിചയസമ്പന്നരാണ്. അതിന്റെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഒരു സംയോജിത ഒരു സംവിധാനമാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ എടുത്ത ഒരു കലാരംഗത്തുള്ള എല്ലാവരും ബിനു അടക്കമുള്ള ആളുകൾ ഇതിന്റെ മുന്നണി പ്രവർത്തകരായിട്ടുണ്ട്. ഇവരൊക്കെ കലാകാരന്മാരായി ഈ മേഖല ടെക്നിക്കൽ മേഖലയിലൊക്കെ നിൽക്കുന്നവരാണ്. അപ്പൊ വളരെ ആലോചിച്ചാണ് ഈ രംഗത്തുള്ള എല്ലാവരെയും ചേർത്ത് INTC-യുടെ ഒരു അഫിലിയേഷൻ ഉള്ള യൂണിയനാക്കി കേരളത്തിൽ ഇത് നടത്തി. ഇനി മാഗ്ന ഫെഡറേഷനും INTC-യും തമ്മിൽ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ വളരെ സമഗ്രമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ രംഗത്ത് ഞങ്ങൾക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഹമൊന്നുമല്ല, ഇതൊരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല ഇന്റൻഷൻ, ഗുഡ് ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് ഞങ്ങൾ ഇതിന് ചർച്ച ചെയ്ത് ഫൈനൽ ഷേപ്പ് ഉണ്ടാക്കും. രാഷ്ട്രീയവൽക്കരിക്കുന്നില്ലല്ലോ. ഇപ്പം ശരിക്കും സിനിമയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ഞങ്ങളൊന്നുമല്ല. സിനിമയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ഇപ്പൊ ഭരണപക്ഷത്തുള്ള ആളുകളും അതിന്റെ ചില പോഷക സംഘടനകളും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറയുന്ന ഈ തൊക്കെയാണെങ്കിലും പുറത്തു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. AMMയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഫിലിം ചേംബർ, ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഭരണപക്ഷമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് അതെല്ലാം നിയന്ത്രിക്കുന്നത്. ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഒരു കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകത എല്ലാ വ്യക്തികൾക്കും അവരുടേതായ രാഷ്ട്രീയ ആശയമുള്ളവരാണ്. നമ്മൾ പത്രം വായിക്കുന്നവരാണ്, മാധ്യമങ്ങൾ കാണുന്നവരാണ്. നമുക്ക് ഈ രാജ്യത്തുള്ള ലോകത്തെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായത്തിന്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആധിപത്യ സ്വഭാവം പുലർത്തുന്നുണ്ട്. പല മേഖലകളിലുണ്ട്. ഞങ്ങളത് പരമാവധി അത് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആധിപത്യ സ്വഭാവം എവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രാധിപത്യം എവിടെ വന്നിട്ടുണ്ടോ അവിടെ പരാജയപ്പെട്ടേ ഉള്ളൂ. അത് ഞാൻ ഉദാഹരണങ്ങളൊന്നും ലോകം മുഴുവനുള്ള ഉദാഹരണങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. സമഗ്രാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഈസ് ആൾവേസ് റണ്ണിങ് ത്രൂ എ പ്യുവർ ഡെമോക്രസി ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ് പോകുന്നത്. ഈ ഡെമോക്രസിയിൽ എതിരഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇന്റൻഷൻ രാഷ്ട്രീയവൽക്കരണമല്ല. ഈ മേഖലയിലെ അപശകനങ്ങളും തൊഴിലാളി വിരുദ്ധ നിലപാടുകളും നമുക്ക് നീതിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ എതിർക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ മാഗ്ന ഫെഡറേഷനിൽ ഇപ്പൊ ഞങ്ങളുടെ തന്നെ പറയാം, മാഗ്ന ഫെഡറേഷനിൽ BJP-കാരുണ്ട്, CPM-കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അതേപോലെ കോൺഗ്രസ്സുകാരുണ്ട്. അതിനകത്ത് ഞങ്ങൾക്കൊരു പൊളിറ്റിക്സ് ഇല്ല. ഈ പറഞ്ഞ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യം. യാതൊരു സംശയമില്ല. അത് INTC വന്നാലും ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ അടിമയായിട്ടിരിക്കുന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങൾ അതിനകത്ത് വരുന്നത് INTC എന്ന് പറയുന്ന യൂണിയനകത്ത് വരുന്ന ആ സംഘടനയുടെ ശക്തി, INTC എന്താണെന്നുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആ സംഘടന ശക്തി അവർ ഞങ്ങളെ ഞങ്ങൾക്ക് നല്ല ഉറപ്പ്. INTC-ക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല. INTC-ക്ക് അകത്തുള്ള ഭാരവാഹികളെ പോലും സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും. പല സംസ്ഥാനങ്ങളിലും INTC സംസ്ഥാന പ്രസിഡന്റുമാർ തന്നെ മറ്റ് രാഷ്ട്രീയ വിശ്വാസമുള്ളവരുണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യം ഈ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതൊരു തൊഴിൽ മേഖലയാണ്, ഇതിനെ സംരക്ഷിക്കുക. അതുപോലെ നമ്മളിതിലെ ചോദിച്ചോണ്ടോ രാഷ്ട്രീയവൽക്കരിക്കുന്നത്, ഇതിൽ നമ്മൾ കണ്ടന്റിലല്ല ഇടപെടുന്നത്. ഒരാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടന്റ് ഇന്നതുപോലെ വേണം, ഇന്ന സ്ക്രിപ്റ്റ് വേണം, ഇന്ന ആളും അവന് അതിലല്ല ഞങ്ങൾ ഇടപെടുന്നത്. തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ ആ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനൊരു യൂണിയൻ ആവശ്യമാണ് ലോകം മുഴുവൻ. ചൂഷണത്തിനെതിരെ ഇവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് തൊഴിൽ സംരക്ഷണം. അതാരെങ്കിലും പേടിച്ചേ ഇല്ല. നമ്മളിപ്പോഴേ നമ്മുടെ ഒരു ലക്ഷ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ നിങ്ങളെ കാണുന്നു, നിങ്ങളോട് വിവരങ്ങൾ പറയുന്നു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ സാംസ്കാരിക മന്ത്രിയെ കാണുകയാണ്. സാംസ്കാരിക മന്ത്രിയുടെ ഞങ്ങളുടെ ഈ നിവേദനം കൊടുത്തുകൊണ്ട് വർത്തമാനം പറയും. അത് ഞാൻ മാത്രമല്ലല്ലോ, പന്തള സുധാകരനെ പോലെ ഒരാളും കൂടി ഈ രംഗത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിനേക്കാൾ ഉപരി നമുക്കിതിലൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഒരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥ ഇല്ലാതെ പോയി പരാതിയാണ് ഈ വരുന്നതെല്ലാം.
ഒക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോ അന്നുണ്ടായ അതേ പ്രശ്നങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും ഈ നിലനിൽക്കുന്നത്? അല്ല, അതിന്റെ പിന്നെ ബൈജു പറയാൻ മുമ്പ് ഒരു കാര്യം, അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ മാട്ട എന്ന് പറയുന്ന സംഘടന അമ്മ രൂപീകരിച്ച സന്ദർഭത്തിൽ തന്നെയാണ്, 30 വർഷം മുമ്പാണ്. ഇതിപ്പം മാട്ടയുടെ 30ാം വാർഷികം നമ്മൾ ഈ അടുത്ത ആഴ്ച ഉണ്ട്. മാട്ട എന്ന് പറയുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അത് ട്രേഡ് യൂണിയൻ അല്ല. ഞാൻ ഈ മാട്ടയുടെ ആജീവനാന്തം ലൈഫ് മെമ്പറും അതിന്റെ ഇലക്ടഡ് വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് രാഷ്ട്രീയമില്ല, എല്ലാവരുമുണ്ട്. പക്ഷെ ആ മാട്ടായ്ക്കുള്ളിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസിന് അവരുടെ തൊഴിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഫെഡറേഷൻ ഉണ്ടാക്കി. വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ചോദിച്ചതിൻ്റെ അകത്തേക്ക് ഞാൻ വരാം. അതായത് ഈ മാക്ട ഫെഡറേഷൻ ഒരാളുടെ മാത്രം നേതൃത്വത്തിലല്ല. മാക്ട ഫെഡറേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയെ ഇലക്ഷനെ തുടർന്നല്ല അത് പോയത്. അന്ന് ഇലക്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് ജയിച്ച ഒരാളാണ്, അറിയാമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തുളസിദാസനും ദിലീപിന്റെ ഒരു ഇഷ്യൂവിലൂടെയാണ് ഇത് പിളരുന്നു എന്ന് വന്നത്. ആ ഇഷ്യൂ ഇവരൊരു കാരണമാക്കി എടുത്തതാണ്. കാരണം മാക്ട ഫെഡറേഷൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അത് ജെന്യൂൻ ഇഷ്യൂ ആണ്. അത് നടപ്പാക്കിയിട്ട് ആ സിനിമയിൽ അയാളുടെ തുളസിയുടെ പടത്തിൽ അഭിനയിച്ചിട്ട് ദിലീപ് മറ്റുള്ള സിനിമകളിൽ അഭിനയിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തതിന്റെ പേരിലാണ് ഒരു വിഭാഗം ആൾക്കാർ അന്ന് പോലെ അന്ന് മാറിയതിൽ ആദ്യത്തെ ആളാണ് ഇപ്പോ ചരിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് രഞ്ജിത്ത്. പാതിരാത്രി 2 മണിക്ക് എന്നെ പത്രത്തിൽ വിളിച്ച് ചാനലുകളിൽ വിളിച്ചു കൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി മാറി. അതൊരു ഗ്രൂപ്പിന്റെ ഒരു കളിയായിരുന്നു. ഞങ്ങൾക്ക് അന്നറിയാം ദിലീപാണ് ഇനി ചുക്കാൻ പിടിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അന്ന് മുതലാണ് ഈ സിനിമയിൽ ഈ പവർ കമ്മിറ്റിയും അതുപോലെ ഈ പവർ ഗ്രൂപ്പും ഒക്കെ ഇടലെടുത്തത് എന്ന് ഞാൻ പറയാം. ആ സമയം മുതൽ വന്നു. പക്ഷെ ഞങ്ങൾ എന്നിട്ടും ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ അന്നും ഇന്നും സംരക്ഷിച്ചു പോരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട്. അതിന്റെ ഒരു കാരണവശാലും ഞങ്ങളുടെ ആളുകൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് അവർക്കുള്ള ശമ്പളം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇനി അത് INTC പോലെ സംഘടനയോട് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. ഏതെങ്കിലും ലൊക്കേഷനിൽ അത് ഇവരത് അതിനൊരു ഇതായിട്ട് ഒരു തടയായിട്ട് അവർ നിന്നാൽ തീർച്ചയായും അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് സംഘടന എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിനൊക്കെ വളരെ എത്രയോ കാലങ്ങളായി സംഘടന നടത്തി പരിചയമുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തിരിക്കും, യാതൊരു സംശയം. ഈ പവർ ഗ്രൂപ്പ് അതിനകത്ത് 1-2 പേരുടെ പേര് പുറത്തു വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അല്ല, ഈ ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ആദ്യം പുറത്തു വന്നത്. ബാക്കിയുള്ള ആളുകളുടെ പേര് സർക്കാർ എന്ന് പുറത്ത് പറയട്ടെ. ഞങ്ങളെ കൊണ്ട് എന്തിനാ പറയുന്നത്? ഈ ദിലീപിന്റെ പേര് എന്തായാലും പുറത്തു വന്നല്ലോ. ബാക്കിയുള്ള ആളുകളുടെ പേര് ദിലീപ് തന്നെ മെനങ്ങാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അപ്പുണ്ണി എന്ന് പറഞ്ഞൊരു അയാളൊരു ക്രിമിനലാ, അവരുടെ പ്രൈവറ്റ് യൂണിയൻ മെമ്പറാ. ഒരു 5-6 പേരുടെ ഫോട്ടോ വെച്ചിട്ട് നടുക്ക് ദിലീപ് നിന്നിട്ട് ഇതാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പോകുന്നുണ്ട്. അതാ പറഞ്ഞേ, ഇവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. മോഹൻലാലിന് ഒന്നും അറിയത്തില്ല, മമ്മൂട്ടിക്ക് ഒന്നും അറിയത്തില്ല, ബി ഉണ്ണികൃഷ്ണൻ ഒന്നും അറിയത്തില്ല, ആർക്കും ഒന്നും അറിയില്ല. ഈവൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോലും ഒന്നും അറിയത്തില്ല. പക്ഷേ സിനിമയിൽ വിലക്ക് നടക്കുന്നുണ്ട്, സിനിമയിൽ അനാശാസ്ത്രങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതെങ്ങനെ നടക്കുന്നു? ഒഴിവാക്കപ്പെടുന്നു. ഒരുപാട് പേര് തൊഴിൽ വിലക്കുന്നു. ഇതെങ്ങനെ പറയുന്നത്? ഇതിനകത്തുള്ള ചോദിച്ച ചോദ്യം നല്ലതാണ്. ഇത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഇന്ന് പദപ്രയോഗം നടക്കുന്നു, മാധ്യമങ്ങൾ വരുന്നു, ചർച്ചകൾ വരുന്നു. ഇത് വ്യക്തമാക്കാനുള്ള ഡോക്യുമെന്റ് ഇരിക്കുന്നത് ഒരേ ഒരു കക്ഷിയുടെ കയ്യിലാണ്, കേരള സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ്. അത് വ്യക്തമാക്കട്ടെ. വ്യക്തമാക്കിക്കൊണ്ട് പവർ ഗ്രൂപ്പ് നിയമവിരുദ്ധമാണെങ്കിൽ, അതല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. ലെറ്റ് ദം ഡിക്ലെയർ ഇറ്റ്. ആ ഗവൺമെന്റ് പറയണമെന്നാണ് നമ്മൾ പറയുന്നത്. ആരാണിപ്പോ ഞാൻ പവർ ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നും, പന്തളത്തിന് തോന്നും, പ്രതാപന് തോന്നും. പവർ ഗ്രൂപ്പ് ആരാണെന്നുള്ളത് അതിന്റെ അതോറിറ്റി പറയണം, വേണ്ടേ? ബൈജു കൊട്ടാരക്കരയും ചന്ദ്രശേഖരനോടുന്നുണ്ട് ഇന്ന ആളുകൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് നിരക്കുന്നതല്ലോ. അപ്പൊ അതുകൊണ്ട് അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. എന്താ അറിയോ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്നൊരു ചോദ്യചിഹ്നം നിൽക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ എന്തിനു നിയമിച്ചു? 1. 2, അവര് ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിന് ശേഷം സമഗ്രമായ റിപ്പോർട്ട് കൊടുക്കുന്നു. അവരെ ചെറിയാളല്ല, ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ജസ്റ്റിസ് ആയിരുന്നു. കൊടുത്ത സാധനം ഒരു 4.5 വർഷക്കാലം പുറം ലോകം കണ്ടില്ല. 4 വർഷം കഴിഞ്ഞതിന്റെ അരിവും മൂലിയൊക്കെ പുറത്തു വന്നു. നിങ്ങൾ കാരണം, മാധ്യമങ്ങൾ കാരണം. പുറത്തു വന്നപ്പോൾ എക്സ്പ്ലോഡ് ചെയ്തു, പൊട്ടിത്തെറിച്ചു.
അതിന്റെ പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന സാധനം ഇതാണ് എന്ന് പറയേണ്ടതാരാ? ഇതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ഇതിന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട്, അത് ഞങ്ങൾ ഇന്നലാണ്, അത് ഞങ്ങൾ ഇന്നലെ ചെയ്യാൻ പോകുന്നു, ഇത് പറയേണ്ടത് ഗവൺമെന്റാണ്. യു ഓൾസോ ട്രൈ ഫോർ ദാറ്റ്. അത് നിങ്ങളോട് ചെയ്യണം. കോടതിയോ അല്ലെങ്കിൽ നിങ്ങളോ ഞങ്ങളോ ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ പവർ ഗ്രൂപ്പ് ആരാണെന്ന് ലെറ്റ് ദി അതോറിറ്റി ഡിക്ലെയർ, ഇതേ പറയുന്നുള്ളൂ. ഇല്ല, പവർ ഗ്രൂപ്പ് ഇല്ല എങ്കിൽ ഇല്ലെന്ന് പറയട്ടെ, ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ മതി, മുഖ്യമന്ത്രി പറയട്ടെ. അതിനകത്ത് ഒരു കാര്യമുള്ള, ഇവര് മാറ്റി വെച്ചേക്കുന്ന ഒരു 127 ഖണ്ഡികകളുണ്ടല്ലോ. ഏതാണ് 47ാമത്തെ പേജ് മുതൽ 59ാമത്തെ പേജ് വരെയുള്ളതിലും 97 മുതൽ 124 വരെയുള്ള പേജുകളിലെ ഏതാണ്ട് 129ഓളം ഖണ്ഡികകളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് മാത്രം ഒന്ന് പുറത്തുവിട്ടെ. എന്തിനാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്? കോടതി പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞ സാധനത്തിനാണെന്ന് സർക്കാർ എന്തിനാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പൊ ആരെങ്കിലും സംരക്ഷിക്കാനായിരിക്കുമല്ലോ. അതൊന്നും അറിഞ്ഞാൽ മതി, അതൊന്നും അറിയണം. ഈ അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് പ്രായോഗികമല്ലാതെ കഴിഞ്ഞ സാംസ്കാരിക ഒരിക്കൽ പറഞ്ഞു പരസ്യമായി പറഞ്ഞു. അതൊന്നും ആരുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നില്ല എന്നൊരു ചോദ്യം പോലും ഉണ്ടായി. അപ്പോഴാണ് നല്ല ചോദ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ യാതൊരു വിധമായ പ്രായോഗിക പരിജ്ഞാനവും ഈ സാംസ്കാരിക വകുപ്പ് സിനിമയുമായി ബന്ധം ഇല്ലാത്ത ഒരാൾ ആയിരുന്നു ശ്രീ എ കെ ബാലൻ. അത് സത്യം പറഞ്ഞാൽ ആ 5 വർഷക്കാലം സത്യം പറഞ്ഞാൽ സാംസ്കാരിക രംഗത്തിന് തന്നെ, അത് ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിൽ സത്യത്തിൽ വളരെ പിന്നിലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ശ്രീ എ കെ ബാലൻ അത് രാഷ്ട്രീയപരമായിട്ടാണ് കണ്ടത്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സിനിമയുടെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്ന അതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണനും മറ്റൊരംഗം ഷാജി എൻ കരുൺ, മറ്റൊരാൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയ സുരേഷ് കുമാർ, മറ്റൊന്ന് ഈ പാവപ്പെട്ട ഞാനുമായിരുന്നു. നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ യാത്ര ചെയ്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ സിനിമാ നിർമ്മാതാക്കളെയും സംവിധായകരെയും ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യന്മാരെയും എല്ലാം കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശ്രീ ബഹുമാന്യ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം തന്നെ ഇത്രയും പെയിൻ എടുത്ത് അദ്ദേഹം ഒരു 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 ശ്രമം ഇത്തരം ഒരു കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം. ആ റിപ്പോർട്ട് ഒരിക്കലും തള്ളിക്കളയേണ്ട ഒന്നായിരുന്നില്ല. അപ്പൊ ഗവൺമെന്റ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശ്രീ ഷാജിയൻ ഇപ്പൊ ഈ കുഴപ്പമെല്ലാം എന്താണ് കോൺക്ലേവ് ഒക്കെ നടത്താൻ പറ്റും ഷാജിയൻ കാരനോട് പറഞ്ഞാൽ പോരെ, അങ്ങോട്ട് ചെയർമാൻ മെമ്പറായിരുന്ന ആ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കിയാൽ പോരെ, അതിൽ എന്താണ് തകരാറെന്ന് ഷാജിയൻ കാരൻ പറയുന്നില്ലല്ലോ. അപ്പൊ ശ്രീ നമ്മുടെ ശ്രീ എ കെ ബാലൻ പറഞ്ഞ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ കണ്ണിൽ കൂടി നോക്കിക്കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു റിപ്പോർട്ട് തള്ളിക്കളയാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. ശ്രീ പിണറായി വിജയന്റെ ആദ്യത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുണ്ട്. ഇപ്പൊ ശ്രീ സതീഷ് ചെറിയാന്റെ കയ്യിലുണ്ടല്ലോ ആ റിപ്പോർട്ട്. അതൊക്കെ നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കിയത്. അല്ലാതെ ഇത് കോൺഗ്രസിന്റെ ഒരു മന്ത്രി പറഞ്ഞ നിയോഗിച്ച കമ്മിറ്റി ആയതുകൊണ്ട് അത് തള്ളിക്കളയുന്നത് ശരിയല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിയുടെ ആവശ്യം അതാണ്, അത് നടപ്പാക്കണം തന്നെ. റിപ്പോർട്ടിൽ ഇത് രണ്ടുമുണ്ട്. ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും. സമഗ്രമായ വികസനത്തിന് വേണ്ടി, അതായത് ചൂഷണം ഒഴിവാക്കുക, പുതിയ സംവിധായകരെ, ചെറുപ്പക്കാരെ എത്രയോ സംവിധായകരും നിർമ്മാതാക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു നിർദ്ദേശമായതുള്ളത്. കാരണം ഈ പുതിയ നവാഗതരായ സംവിധായകരുടെ സിനിമയ്ക്ക് സബ്സിഡി വർദ്ധിപ്പിക്കുക, തിയേറ്ററുകളുടെ കണ്ടീഷൻ, അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും സമഗ്രമായി പരാമർശിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിനകത്തൊരു രാഷ്ട്രീയമില്ല. അതിനകത്ത് ഈ ചൂഷണവുമുണ്ട്. ചൂഷണം ഉണ്ടെങ്കിൽ അതിന് നിർദ്ദേശവുമുണ്ട് അതിനെതിരായിട്ടുള്ള. നടപ്പിലാക്കിയാൽ മതി. താങ്കൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിരുന്നോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒരിക്കലും സിനിമയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഒരു എഴുത്തൊന്നും അല്ല അതിനകത്തുള്ളത്. അതിനകത്ത് ചില സജഷൻസ് ആണുള്ളത്. അത് ഹേമ കമ്മിറ്റി മലയാള സിനിമയിൽ കുറച്ച് സജഷൻസ് അവർ വെച്ചു. അതായത് സ്ത്രീകളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, അതേപോലെ ജൂനിയർസിനോട് പെരുമാറുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി മലയാള സിനിമയ്ക്കകത്ത് ഇപ്പൊ നിലനിൽക്കുന്ന ഈ എന്താ പറയുക, അവരെ ദ്രോഹിക്കുന്ന, അതായത് ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ചില നടപടികൾക്ക് എങ്ങനെ വേണം പ്രതികരിക്കാൻ എന്നുള്ള സജഷൻസ് ആണ് വെച്ചിരുന്നത്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിക്ക് അങ്ങനെയല്ലായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്തത് എങ്ങനെയാണ് മലയാള സിനിമ പോകേണ്ടത്, മലയാള സിനിമ എങ്ങനെയാണ് നവീകരിക്കേണ്ടത് എന്നുള്ളൊരു പഠനമായിരുന്നു അത്. എന്തൊക്കെ ചെയ്യണം,
എന്തൊക്കെ ഔദ്യോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പഠനമായിരുന്നു. അത് ചെയ്യിക്കാതിരുന്നതും ഇവിടുത്തെ സിനിമാക്കാർ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സംഘടനകളുടെ അപ്രമാദിത്യം അതുകൊണ്ട് മാത്രമാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി പറഞ്ഞ ഒരു കാര്യം പോലും സർക്കാർ ഇന്ന് വരെ നടപ്പാക്കാത്തത്. അല്ല, അതിനകത്ത് ശുദ്ധമായ രാഷ്ട്രീയമായിരുന്നു. അതെ, അല്ല, ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ, അദ്ദേഹം ഏത് ഗവൺമെന്റ് വെച്ചാലും അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ തള്ളിക്കളയാത്തിടത്തോളം കാലം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി നടപ്പാക്കണം. അതാണ് ഷാജി കരുണൻ അല്ലെങ്കിൽ പറയണം, ഞാൻ അന്ന് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, അത് നടപ്പാക്കാൻ കൊള്ളരുതാത്തതാണെന്ന് അദ്ദേഹം പറയേണ്ടി വരും. ഞങ്ങളിപ്പോ എന്തായാലും കാണുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ഓണാശംസകൾ. നമ്മൾ ചെറിയ ഭക്ഷണം കഴിക്കണം ഒന്നിച്ച്. ഓക്കെ, താങ്ക് യു.